അഡ്വക്കേറ്റ് രാംകുമാർ, നമ്മൾ ഇന്ത്യ എടുത്ത നടപടിയിൽ പാകിസ്ഥാൻ പേടിക്കുന്നത്, ഇന്ത്യയുടെ നിലപാടുകളിൽ പാകിസ്ഥാൻ പേടിക്കുന്നത്, പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒക്കെയും പറഞ്ഞുവല്ലോ. ഈ പാകിസ്ഥാൻ്റെ നയം മാറ്റത്തിന് പിന്നിൽ മറ്റൊന്നുകൂടിയില്ലേ? ഭാരതത്തിന് പിന്നിൽ അണിനിരക്കുന്ന ലോകരാജ്യങ്ങളെ ഓർത്ത്. ഇവിടെ ശ്രീ നന്ദഗോപൻ വരച്ച് കാണിച്ച ചിത്രമാണ് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഉള്ളതെന്നാണ് എൻ്റെ തോന്നൽ. കാരണം പാകിസ്ഥാൻ്റെ ബലഹീനത നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഒരു യാഥാർത്ഥ്യമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാകിസ്ഥാന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമേരിക്കയുടെയും ചൈനയുടെയും സഹായമുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു എടുത്തുചാട്ടത്തിന് അവർ ഒരിക്കലും മുന്നോട്ട് വരുമായിരുന്നില്ല. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞത് പാകിസ്ഥാനിൽ ഒരുപാട് ബലഹീനതകളുണ്ടെന്ന്. ഇനി നിർഭാഗ്യവശാൽ എനിക്കതിനോട് യോജിപ്പില്ല. കാരണം പാകിസ്ഥാനെ ഒറ്റക്കെട്ടായി നിർത്തുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. പാകിസ്ഥാനെ മാത്രമല്ല, പാകിസ്ഥാനേക്കാൾ എത്രയോ മോശമായ സ്ഥിതിയുള്ള ബംഗ്ലാദേശ് ഇന്ന് ഇന്ത്യക്കെതിരായി ഭീഷണി പുറപ്പെടുവിക്കുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും സഹായം ഒരുപോലെ കിട്ടുന്നതുകൊണ്ടാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു ബലഹീന രാജ്യമാണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അവിടെ ബലൂചി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു മേക്കൈയുണ്ട് എന്ന ധാരണ വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു നീക്കത്തിനോട് നിർഭാഗ്യവശാൽ എനിക്കിത്രയും ദൂരത്തിരുന്നുള്ള എൻ്റെ ഒരു നിഗമനമനുസരിച്ച് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിലെ പട്ടാളവും ഭരണകൂടവും ഇന്ന് യോജിപ്പിലാണ്. ഇത്രയും കാലം പട്ടാളം ഭിന്നിച്ചു നിന്നിരുന്നു. ഇന്ന് പട്ടാളവും രാഷ്ട്രീയ നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. ആ ഭീഷണി യാഥാർത്ഥ്യമാക്കുന്നത് കാശ്മീർ വഴിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണ്ടില്ലാത്ത രീതിയിൽ ബംഗ്ലാദേശിൻ്റെ സഹായവും പാകിസ്ഥാന് കിട്ടും. കാരണം ഇന്ന് ബംഗ്ലാദേശ് വിഘടിച്ച് നിന്നാലും ഏറ്റവും അടുത്ത സുഹൃത്ത് പാകിസ്ഥാനാണെന്നാണ് ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ ഭരണാധികാരികൾ കരുതുന്നത്. ചുരുക്കത്തിൽ പടിഞ്ഞാറ് പാകിസ്ഥാനും കിഴക്ക് ബംഗ്ലാദേശും നമുക്ക് ഭീഷണിയായി വരുന്ന അവസരത്തിൽ അതിര് കടന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അസ്ഥാനത്തായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങ് പറഞ്ഞത് പട്ടാളവും ഭരണകൂടവും ഒരുമിച്ചാണെന്ന പേടി നമുക്കും വേണമെന്നാണ്. പക്ഷേ പട്ടാളവും ഭരണകൂടവും ഭീകരരും ഒരുമിച്ചാകുമ്പോഴാണ് അവർ പ്രതിരോധത്തിലേക്ക് പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ്. പിന്നിലാരുമില്ലെന്ന പേടി കൂടിയുണ്ടോ പാകിസ്ഥാൻ? ഇപ്പോൾ അങ്ങനെ ഒരു പേടി കൂടി പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ ഏതാണ്ട് ഒറ്റയ്ക്കാണ്. മുൻകാലങ്ങളിൽ അമേരിക്കയുടെ കലവറയില്ലാത്ത പിന്തുണ ലഭിച്ചിരുന്നു പാകിസ്ഥാന്. സൈനികമായ പിന്തുണ ലഭിച്ചിരുന്നു, ടാക്ടിക്കൽ പിന്തുണ ലഭിച്ചിരുന്നു. ശീതയുദ്ധ സമയത്ത് റഷ്യയുടെ പിന്തുണ, ചേരിചേരാ നയം നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ പോലും റഷ്യയുടെ പിന്തുണ കൊണ്ടാണ് 1971 സുഗമമായി നമുക്ക് യുദ്ധം വിജയിക്കാൻ കഴിഞ്ഞത്. നേരിട്ട് ഇടപെട്ടില്ല റഷ്യ, ഇന്ത്യ തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ശക്തമായ ഒരു നിലപാടെടുക്കാനും അമേരിക്കയുടെ 6ാം കപ്പൽപ്പട വേണമെങ്കിൽ അവിടെ വന്ന് നിന്നോളൂ, ഇങ്ങോട്ട് വരുന്നെങ്കിൽ വന്നോളൂ, പക്ഷേ തിരിച്ചു പോകണോ വേണ്ടായോ എന്ന് ഞങ്ങൾ ഇന്ത്യക്കാർ തീരുമാനിക്കും എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിഞ്ഞത് ഭാരതത്തിന് അന്ന് ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ 1971 ട്രീറ്റിയാണ്. അതനുസരിച്ച് റഷ്യയുടെ സഹായം ലഭിച്ചതുകൊണ്ടാണ്. പക്ഷേ അതേസമയം പാകിസ്ഥാന് അമേരിക്കയുടെ സഹായവും ആ രീതിയിൽ ലഭിച്ചിരുന്നു എന്നോർക്കണം. ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി വേദനയോടുകൂടി പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വേദനയോട് പറഞ്ഞു അമേരിക്കയൊക്കെ ഞങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് സൈന്യം ഇടപെട്ടപ്പോൾ അവരെ തുരത്താനായി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ അവർ ഉപയോഗിക്കുകയായിരുന്നു. അതാണ് തീവ്രവാദം. അപ്പോൾ അത് ഇന്ന് അമേരിക്കയുടെ പിന്തുണയില്ല.
പക്ഷേ ട്രംപ് കച്ചവടക്കാരനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു, എനിക്ക് മോദിയെ അറിയാം, എനിക്ക് പിന്നെ ഷഹബാസ് ഷെറീഫിനെ അറിയാം, അവരൊക്കെ തമ്മിൽ അങ്ങ് തീർത്തോളും, എന്നെ അങ്ങ് വിടാ പൊന്നപ്പ എന്ന രീതിയിലാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. അത് അദ്ദേഹത്തിന് ആ നിലപാടാണ്. അപ്പം അമേരിക്കയിൽ നിന്നും ഈ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ വലിയ നിലപാടൊന്നും ഉണ്ടാവില്ല, പക്ഷേ പാകിസ്ഥാനും അനുകൂലമായ നിലപാടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇവിടെ സൈനികമായി മേൽക്കോയ്മ ഇന്ത്യക്ക് തന്നെയാണ്. ആണവ കാര്യങ്ങളൊക്കെ വിട്ടോളൂ, ആണവ യുദ്ധമൊന്നും ആരും ജയിക്കാൻ നോക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള ചർച്ചയ്ക്കുള്ള സമയമായില്ല. ബിലാവൽ ഭൂട്ടോയെ പോലെയുള്ള പിന്നെ വലിയ പക്വതയില്ലാത്ത ആളുകൾ നടത്തുന്ന ചില ജൽപ്പനങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ ബോംബുണ്ട്, ഞങ്ങൾ സൂക്ഷിച്ചോ ഇതൊക്കെ പറയുന്നത്. അതൊക്കെ വെറും ജൽപ്പനങ്ങൾ മാത്രമായി കരുതിയാൽ മതി. അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരാണ് കൂടുതൽ ഇന്ത്യ വിരുദ്ധത പറയുന്നത് തമ്മിൽ മത്സരമാണ്. പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞതുപോലെ മത്സരിച്ച് ഇപ്പം ബിലാവൽ ഭൂട്ടോയുടെ പാർട്ടി, അതായത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സിന്ധിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. അവർക്കൊന്നും പഞ്ചാബിലൊന്നും വലിയ കാര്യമായ വേരുകളില്ല, ഖൈബർ പക്തൂൺഖയിലൊന്നും അവർ കടന്നു കയറാനാവില്ല, ബലൂചിസ്ഥാനിലും അവർക്ക് വേരുകളില്ല. അപ്പോൾ ഒരു സിന്ധ് പാർട്ടിയായി മാറി പഴയ ഭരണകക്ഷിയാണ്. ഇനി അതെല്ലാം കൂടെ ചേർന്ന് യോജിക്കുകയാണ്. പാകിസ്ഥാനിൽ പ്രധാനപ്പെട്ട പാർട്ടി ഇപ്പോൾ PTI ആണ്, ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ്, എക്സ്ട്രീംലി പോപ്പുലറാണ്. പക്ഷേ ആ പാർട്ടിയെ പൊങ്ങാൻ സൈന്യമുള്ളിടത്തോളം കാലം അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന മത്സരിച്ച് രാഷ്ട്രീയ കക്ഷികൾ മുസ്ലിം ലീഗിന് നിലനിൽക്കണമെങ്കിൽ, നവാസ് ഷെരീഫിൻ്റെയും ഷഹബാസ് ഷെരീഫിൻ്റെയും മറിയൻ ഷഹബാസിൻ്റെയും ഒക്കെ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ടേയിരിക്കണം. വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം.